പിന്നെ കുറേ സിനിമകൾ കണ്ടാൽ മതി. കുറേ സിനിമകൾ കാണുമ്പം ചില ഫ്രെയിമുകൾ ചിലപ്പോൾ ഇങ്ങനെ ഐഡിയാസ് വരും. അതിനോട് നല്ല എക്സ്പേർട്ടായിട്ടുള്ള DOP കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആവും. അങ്ങനെയാണ് ഈ പടം ചെയ്തത്. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇതില്ലായിരുന്നു. ഡയറക്ഷൻ ഒരു പാഷൻ എന്ന് പറയാൻ ഒന്നുമില്ല. അപ്പം അതൊരു ടൈറ്റിൽ മാത്രമായിരുന്നു. ആ പേരുമായിട്ട് ഷോർട്ട് ഫിലിം ബാധകമല്ലായിരുന്നു. പിന്നെ ഞാൻ വേറെ പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് ഇരുളിൻ്റെ രാജകുമാരി എന്നായിരുന്നു. പിന്നെ ഞാൻ സിനിമയാക്കിയപ്പോഴേ നല്ലൊരു പേര് വേണം, അട്രാക്റ്റഡ് പേര്. നിങ്ങളിപ്പം കണ്ടപ്പോൾ പേര് യൂണിക്നെസ് തോന്നില്ലേ? അപ്പോൾ അത് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ആ കർണിക എന്ന ക്യാരക്ടറിന് പേര് ഞാൻ കൊടുത്തു. ഇപ്പോഴത്തെ പ്രേക്ഷകർക്ക് അറിയാമല്ലോ, ലാഗ് ഇഷ്ടമല്ല. ലാഗ് ഉണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ട് നെഗറ്റീവ് പറയും. അതുകൊണ്ട് തന്നെ നമ്മൾ പടത്തിൽ ലാഗേ ഇല്ല. നമ്മളത് നോക്കിയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അനാവശ്യമായ സീക്വൻസ് ഇല്ല, ആവശ്യമുള്ള സംഭാഷണങ്ങൾ പറഞ്ഞു ഡയറക്റ്റ് ടു ദ പോയിന്റ്. മനസ്സിലായി? ഇപ്പോൾ ഒരു കാർ ദൂരെ നിന്ന് വന്ന് അവിടുന്ന് വരുന്ന ഞാൻ കാണിക്കത്തില്ല, ഇറങ്ങുന്ന മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അത്രയും ലാഗ്, അങ്ങനെ ഫുൾ ലാഗ് കട്ട് ചെയ്തിട്ടാണ്. പടത്തിൽ ലാഗില്ല, ഇതാണ് എൻ്റെ ഹൈലൈറ്റ്. പിന്നെ സസ്പെൻസ് ത്രില്ലറാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, ഏറ്റവും കൂടുതൽ ഇപ്പം പഴയ കുറച്ച് മുമ്പ് ഇൻ്റർവ്യൂ ചോദിച്ചതുപോലെ തന്നെ കൂടുതലും കാണുന്നത് തന്നെ ഈ പടത്തിൻ്റെ റിവ്യൂവേഴ്സിൻ്റെ ഇതാണ് കാണുന്നത്. കീറി മുറിക്കുന്നവന്മാരില്ല ഇത് ഇറങ്ങി കഴിഞ്ഞിട്ട്. അപ്പോൾ അവർ പറയുന്ന ലോജിക് പോയിന്റ്സ് ആണ്. ഹലോ എവരി വൺ. 23-ാം തീയതി റിലീസിന് ഒരുങ്ങുന്ന കർണിക എന്ന സിനിമയുടെ ഡയറക്ടറാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. വെൽക്കം ടു മാപ്സ്റ്റിക്. സാർ ഡയറക്ടറും കൂടിയല്ല, റൈറ്ററും കൂടിയല്ല ഈ സിനിമ. അപ്പോൾ ഈ ഒരു സിനിമയുടെ കഥയിലോട്ട് എങ്ങനെയാണ് എത്തുന്നത്? ഞാനൊരു ആദ്യമൊരു ഷോർട്ട് ഫിലിം, ഞാൻ ബേസിക്കലി എഡിറ്റിംഗ് ചെയ്യുന്ന ആളുടെയാണ്. ഒരു ഷോർട്ട് ഫിലിം പണ്ടെൻ്റെ അടുത്ത് എഡിറ്റിങ്ങിന് വന്നായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ മ്യൂസിക് കമ്പോസറും കൂടെയാണ്. അപ്പം പാട്ട് ഒരെണ്ണം ചെയ്തായിരുന്നു. അപ്പോൾ ആ പാട്ട് ഒരു 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 മിസ്റ്ററി ടൈപ്പ് കോമ്പോസിഷൻ ആയിരുന്നു. അപ്പോൾ അത് പിന്നെയും കേൾക്കുമ്പം അവരെടുത്ത വിഷ്വലും, ഞാനത് ഇൻട്രോ സോങ് ആയിട്ടാണ് ചെയ്തത്. പക്ഷെ അവരെടുത്ത വിഷ്വലോട്ട് അങ്ങനെ മാച്ച് ആകാത്തത് തോന്നി എനിക്ക്. അപ്പം ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ എൻ്റെ മനസ്സിൽ കുറേ വിഷ്വൽസ് ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പം ഞാൻ അതിന് വെച്ചാൽ ത്രെഡ് പിടിച്ചെടുത്തു, എങ്ങനെ ഉണ്ടാവും തുടങ്ങിയിട്ട് കുറേ ചെയ്തിട്ട് ഒരു 10 മിനിറ്റിൽ ആ സാധനം തീർന്നു. ആ 10 മിനിറ്റ് 3 പാട്ട് വെച്ചിട്ടാണ് 10 മിനിറ്റ് ഞാൻ തീർത്തത്. അപ്പം അത് ഞാൻ അൺഎക്സ്പെക്റ്റഡ്ലി നല്ല അപ്രീസിയേഷൻ കിട്ടി യൂട്യൂബിൽ. സോ ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ ഒരു സെക്കൻഡ് പാർട്ട് ഹുക്കിട്ടിട്ട് ഞാൻ വിട്ടത്. ചുമ്മാ ഇട്ടാണ്, എടുക്കാൻ വേണ്ടി ഇട്ടതല്ല. പക്ഷെ അത് കണ്ടപ്പോൾ സെക്കൻഡ് പാർട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സെക്കൻഡ് പാർട്ടിലോട്ട് സ്ക്രിപ്റ്റ് എഴുതി കുറേ പുതിയ ആർട്ടിസ്റ്റുകളെ പിന്നെയും കണ്ടുപിടിച്ച് അതിന് സെക്കൻഡ് പാർട്ട് മുമ്പോട്ട് പോയി. ഏകദേശം ഒരു 40 മിനിറ്റോളം ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് എൻ്റെ സുഹൃത്താണ് കർണൻ ഈ പടത്തിൻ്റെ നായകനായിട്ടുള്ളത്. അപ്പം അവൻ വഴി സാറിനെ പരിചയമുണ്ട്, സോൻ സാറിനെ. അപ്പോൾ സോൻ സാറിന് അവൻ ലിങ്ക് അയച്ചു കൊടുത്തു. സാറിന് ഇഷ്ടപ്പെട്ടു. സാർ ഞങ്ങളെ വിളിപ്പിച്ചിട്ട് സാർ പടം കണ്ടപ്പോൾ സാർ ഇമ്പ്രസ്ഡ് ആയി. അപ്പോൾ പറഞ്ഞു, അപ്പം സാറ് ചോദിച്ചു എന്തുകൊണ്ട് സിനിമ ആക്കിക്കൂടാ, നിങ്ങൾ സിനിമയായിട്ട് പ്ലാൻ ചെയ്യും, ആർട്ടിസ്റ്റുകളെ ഒന്നും മാറ്റണ്ട, ലീഡായിട്ടുള്ള സിനിമയിൽ നിന്നുള്ള 3-4 പേരെ വെച്ചിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യും, അത് തിയേറ്ററിൽ ഇറക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് ബാക്കി എന്താണ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് സിനിമയുടെ സ്ക്രിപ്റ്റ് ചെയ്ത് ജൂൺ 1 സ്റ്റാർട്ട് ചെയ്ത് ജൂൺ 30 ഫിനിഷിംഗ് ആയി. അപ്പോൾ എഴുതിയപ്പോൾ തന്നെ ആ ഷോർട്ട് ഫിലിമിന്റെ സമയത്ത് തന്നെ ഒരു സിനിമയ്ക്കുള്ള ഒരു ത്രെഡ് ഉണ്ടെന്ന് ഒരു മനസ്സിലുണ്ടായിരുന്നു അല്ലേ? ഇല്ല, അങ്ങനൊന്നും ഇല്ല. നമ്മളൊരു ചെറിയൊരു മ്യൂസിക്കൽ ആൽബം ചെയ്താണ്. 3 പാട്ട് 10 മിനിറ്റ് 3 പാട്ടെന്ന് പറയുമ്പോൾ അറിയാലോ, ഒന്നും സംഭാഷണം കുറവായിരിക്കും. മ്യൂസിക്കൽ ആൽബം വെച്ചാൽ സാറ് പക്ഷേ ഭയങ്കര സോൺ റൈസർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അഡിക്റ്റഡാണ് ഈ സോങ്സിന്. സാറ് ആ സോങ് കണ്ടാണ് സാർ ശരിക്കും അട്രാക്റ്റഡ് ആയത്. പിന്നെ എന്നോട് പറഞ്ഞ് സിനിമയാക്കാൻ പറഞ്ഞു. പിന്നെ ഇതൊരു മ്യൂസിക്കൽ ജേർണിയാണ് ഈ പടം. പാട്ടുകളുടെ എണ്ണം കുറവാണ്, പക്ഷേ അതെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വഴി. ഈ ഡയറക്ഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഇല്ല, അതുമല്ല. ഞാൻ പ്രൊഫഷണലി ഞാനൊരു MRI ടെക്നോളജിസ്റ്റ് ആണ്, മെഡിക്കൽ കുവൈറ്റ് വർക്ക് ചെയ്യാണ്. പാഷൻ വൈസ് ഞാൻ മ്യൂസിക് ഡയറക്ടറാണ്. 12 വർഷമായിട്ട് മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന ആളാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ലൊക്കേഷൻ പോലും കാണുന്നത്. അതായത് നമ്മൾ ഇത് അസോസിയേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിലൊരു വിഷൻ ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റുമെന്ന്. പിന്നെ കുറേ സിനിമകൾ കണ്ടാൽ മതി. കുറേ സിനിമകൾ കാണുമ്പം ചില ഫ്രെയിമുകൾ ചിലപ്പോൾ ഇങ്ങനെ ഐഡിയാസ് വരും. അതിനോട് നല്ല എക്സ്പേർട്ടായിട്ടുള്ള DOP കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആവും. അങ്ങനെയാണ് ഈ പടം ചെയ്തത്. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇതില്ലായിരുന്നു. ഡയറക്ഷൻ ഒരു പാഷൻ എന്ന് പറയാൻ ഒന്നുമില്ല. ഈ കർണിക എന്ന് പറഞ്ഞ ടൈറ്റിലിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അതാ ഞാൻ അതിൻ്റെ ഷോർട്ട് ഫിലിം വന്നത് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അതിന്റെ ടൈറ്റിൽ കർണിക എന്നായിരുന്നു. അപ്പം അതൊരു ടൈറ്റിൽ മാത്രമായിരുന്നു. ആ പേരുമായിട്ട് ഷോർട്ട് ഫിലിം ബാധകമല്ലായിരുന്നു. പിന്നെ ഞാൻ വേറെ പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് ഇരുളിൻ്റെ രാജകുമാരി എന്നായിരുന്നു. പിന്നെ ഞാൻ സിനിമയാക്കിയപ്പോഴേ നല്ലൊരു പേര് വേണം, അട്രാക്റ്റഡ് പേര്. നിങ്ങളിപ്പം കണ്ടപ്പോൾ പേര് യൂണിക്നെസ് തോന്നില്ലേ? അപ്പോൾ അത് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ആ കർണിക എന്ന ക്യാരക്ടറിന് പേര് ഞാൻ കൊടുത്തു. കർണിക ടൈറ്റിലും കൊടുത്തു. അപ്പോൾ ആൾക്കാർ പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലോട്ട് ആ ഒരു പേര് വരട്ടെ എന്ന് വിചാരിച്ചിട്ട്.
ഇപ്പം ഈ കർണിക എന്ന് പറഞ്ഞ സിനിമയിൽ ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പിടിച്ചിരുത്തുന്ന ഒരു എലമെന്റ് എന്താണെന്നാണ് തോന്നിയത്? അതിന് ത്രില്ലിംഗ് എലമെന്റ്. പിന്നെ ഇപ്പോഴത്തെ പ്രേക്ഷകർക്ക് അറിയാമല്ലോ, ലാഗ് ഇഷ്ടമല്ല. ലാഗ് ഉണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ട് നെഗറ്റീവ് പറയും. അതുകൊണ്ട് തന്നെ നമ്മുടെ പടത്തിൽ ലാഗേ ഇല്ല. നമ്മളത് നോക്കിയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അനാവശ്യമായ സീക്വൻസ് ഇല്ല, ആവശ്യമുള്ള സംഭാഷണങ്ങൾ പറഞ്ഞു ഡയറക്റ്റ് ടു ദ പോയിന്റ്. മനസ്സിലായി? ഇപ്പൊ ഒരു കാർ ദൂരെ നിന്ന് വന്ന് അവിടുന്ന് വരുന്ന ഞാൻ കാണിക്കത്തില്ല, ഇറങ്ങുന്ന മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പൊ അത്രയും ലാഗ്, അങ്ങനെ ഫുൾ ലാഗ് കട്ട് ചെയ്തിട്ടാണ് പടത്തിൽ ലാഗില്ല. ഇതാണ് എന്റെ ഹൈലൈറ്റ്. പിന്നെ സസ്പെൻസ് ത്രില്ലറാണ്. ആര് എന്ത് സസ്പെൻസ് ത്രില്ലർ. അത് അവസാനം വരെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. ആര് എന്ത് എങ്ങനെ നിങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അത് പറയത്തില്ല. ആരാണെന്നൊരു ക്വസ്റ്റ്യൻ വരുമല്ലോ നമുക്ക്. വില്ലനാണോ എന്തോ ഒരു ക്വസ്റ്റ്യൻ വരും. ആ ക്വസ്റ്റ്യൻ അവസാനം വരെ, അവസാനത്തെ ഏകദേശം 40 ഒരു പടം അവസാനിക്കുന്ന ഒരു 40-25 മിനിറ്റിന് മുമ്പാണ് അത് ആളെ നമ്മൾ മുമ്പോട്ട് ഇട്ടുകൊടുക്കുന്നത്. അതുവരേക്കും ആർക്കും പലരെയും സംശയം വരും. ഇതാണ് എങ്ങനെയാണ്, അതാണ് ഇതാണ്, പെണ്ണാണ് ആണാണോ എന്നൊക്കെ സംശയം വരും. നമ്മളത് അവസാനം കൊണ്ട് ഇട്ടുകൊടുക്കും. ഇതൊരു ഹൊറർ ആയിട്ടാണോ കൂടുതൽ പറയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന നിലയിലാണ്? അത് എല്ലാം വേണം പറയാം. ഒരു ഹൊറർ ഉണ്ട്, ഇതിനകത്തൊരു മിസ്റ്ററി ഉണ്ട്, മിത്തുണ്ട്. അതെ, മിത്തറിയാലോ, ഒരിക്കലും നടക്കാം. പിന്നെ ഉള്ളതൊരു ഫാന്റസി എലമെന്റ് ഉണ്ട്. പിന്നെ ഇതിന്റെ കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ബേസ് ചെയ്തൊരു ഇൻവെസ്റ്റിഗേഷൻ, 2 ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ പോകുന്നുണ്ട് പാരലലി. ഒന്ന് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ, പിന്നെ വേറൊരു ഇൻവെസ്റ്റിഗേഷൻ പോകുന്നുണ്ട്. ഇതാണ് അതിന്റെ ഒരു മെയിൻ കോർ. എല്ലാം ഉണ്ട്, നമുക്ക് എടുത്തു പറയാനായിട്ടൊന്നുമില്ല. ഒരു ഹൊറർ ബേസ്ഡ് ആണ്, പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ പാരലലി പോകുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു നമുക്ക് ഈ ഹൊറർ മിസ്റ്ററി അല്ലെങ്കിൽ ഹൊറർ ത്രില്ലർ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് എന്താ ഇങ്ങനെ മനസ്സിൽ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള സിനിമ മനസ്സിട്ട് താഴെ. അപ്പോൾ അതേപോലൊക്കെ ഒരു ക്ലാസിക് ആണ് നമ്മുടെ ഈ ഒരു. അത് വെച്ചാൽ നമുക്ക് കമ്പയർ ചെയ്യാനേ പറ്റില്ല. അല്ല, അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതൊരു വലിയ ക്ലാസിക് അല്ലേ. ഇപ്പൊ ഞാനിപ്പം ഒരു പോസ്റ്റ് ഞാൻ ഒട്ടിക്കാൻ പോയപ്പോൾ നമ്മളെ പോസ്റ്റിന്റെ അപ്പുറത്ത് കിടക്കുന്ന മണിച്ചിട്ടാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടാണ്, ക്ലാസ് റിലീസ് എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിട്ടായിരുന്നു. നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. സന്തോഷം. അതിനകത്തൊരു ആർട്ടിസ്റ്റിന്റെ നാഗവല്ലിയുടെ കോസ്റ്റ്യൂമാണ് നമ്മുടെ ഈ ഒരു ക്യാരക്ടർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പോസ്റ്റർ കാണുമ്പോൾ അറിയാമല്ലോ. അതല്ലാതെ മറ്റൊന്നും. പിന്നെ ഇതിന്റെ കാസ്റ്റുകൾ എങ്ങനെയാണ് സെലക്ട് ചെയ്തത്? ഇപ്പൊ എഴുതും കൂടി ചെയ്യുന്നതാണല്ലോ. അപ്പൊ നമ്മൾ എഴുതുന്ന സമയത്ത് തന്നെ ഇന്നയാൾ അഭിനയിച്ചെന്നതായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? അതായത് ഞാൻ ഇനിയൊരു പടം ചെയ്യുമ്പോൾ അങ്ങനെ തീരുമാനിക്കുന്നത്. പക്ഷെ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഷോർട്ട് ഫിലിം ആയിരുന്നു, നമുക്ക് ബഡ്ജറ്റ് ഇല്ല, ആരും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ കൂട്ടുകാരെ വെച്ചിട്ട് യൂട്യൂബിലൊക്കെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ തപ്പിയിട്ട് എൻ്റെ മനസ്സിൽ ഫേസ് ഉണ്ടാവും, നിഷ്കളങ്ക ഫേസ്, ഇന്ന വേണമെങ്കിൽ അതൊക്കെ കിട്ടിയായിരുന്നു. ആർട്ടിസ്റ്റുകൾ നമ്മൾ ചിന്തിക്കുകയാണ്, ബഡ്ജറ്റ് നമ്മളെ അതിനുള്ളത്, അവൻ ചിന്തിച്ചിട്ടേ ഇല്ല. അപ്പം പിന്നെ സാറ് പറഞ്ഞപ്പം നമ്മളിപ്പം ഷോർട്ട് ഫിലിമുള്ളവർക്കെല്ലാം വിഷമം വരും, നമ്മൾ ഇങ്ങനെ മാറ്റും. അപ്പം സാറ് തന്നെ പറഞ്ഞാൽ അവരെ വിഷമിപ്പിക്കേണ്ട, അവരെ ഉൾപ്പെടുത്തിക്കോ. പക്ഷേ ഈ സിനിമ തിയേറ്ററിൽ എത്തണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ലീഡായിട്ട് ഒരാൾ വേണം. അപ്പം സീനിയറായിട്ടുള്ള പ്രിയങ്ക മാമനെ ചൂസ് ചെയ്തു, പിന്നെ ടി ജി രവി സാറിനെ ചൂസ് ചെയ്തു. അപ്പൊ പ്രിയങ്കനെ എങ്ങനെ അങ്ങനെ ചൂസ് ചെയ്താണോ ലീഡായിട്ട് എന്നുള്ള രീതിയിൽ? അതിനൊക്കെ ക്രിയേറ്റീവ് ആയിട്ട് ബിജു മജീദ് എന്ന് പറഞ്ഞൊരു സാറുണ്ട്. അപ്പം പുള്ളിയാണ് നമ്മളെ പ്രിയങ്ക ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതെ. അപ്പം പ്രിയങ്ക നോക്കിയപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ല, അടിപൊളിയാണ് പുള്ളിക്കാരി. അത് എൻ്റെ ക്യാരക്ടറിന് പറിച്ചു വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് അവര്. ഇപ്പോൾ പല സിനിമയും പലപ്പോഴും നമ്മൾ കൊമേഴ്ഷ്യൽ ഹിറ്റ് അങ്ങനെ പറഞ്ഞിട്ടാണ് നോക്കാറ്. ഈ കൊമേഴ്ഷ്യൽ ഹിറ്റ് വരുമ്പോൾ ക്രിയേറ്റീവ് സൈഡ് പലപ്പോഴായിട്ട് ഡൗൺ ആയി പോകാറുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഞാൻ പറയാം, ഏറ്റവും കൂടുതൽ ഇപ്പം പഴയ കുറച്ച് മുമ്പ് ഇൻ്റർവ്യൂ ചോദിച്ച പോലെ തന്നെ കൂടുതലും കാണുന്നത് തന്നെ ഈ പടത്തിൻ്റെ റിവ്യൂവേഴ്സിൻ്റെ ഇതാണ് കാണുന്നത്. കീറി മുറിക്കുന്നവന്മാരില്ല ഇത് ഇറങ്ങി കഴിഞ്ഞിട്ട്. അപ്പോൾ അവർ പറയുന്ന ലോജിക് പോയിന്റ്സ് ആണ്. അവർ ചോദിക്കും, അവർ കളിയാക്കിയാണ് പറയുന്നതെങ്കിലും അത് നമുക്ക് കേൾക്കാതിരിക്കാനായിട്ട് നമ്മൾ അതിനനുസരിച്ച് ചെയ്യാറുണ്ട്. ലോജിക് പോയിന്റ്സ് അവർ എടുത്തെടുത്ത് പറയാറുണ്ട്. ലോജിക്ക് പറയാറുണ്ട്. അപ്പോൾ ആ ലോജിക്ക് മിസ്സാകാതെ എങ്ങനെ ഇത് ഞാൻ സ്ക്രിപ്റ്റിംഗിനാണെങ്കിലും ശ്രദ്ധിക്കും, അങ്ങനത്തെ കാര്യങ്ങൾ. അങ്ങനെയാണ് ഞാൻ കൂടുതലും ചെയ്യാറുണ്ട്. ഇനി ഒരു മൂവി ഡയറക്ഷൻ എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഉറപ്പായിട്ടും ചെയ്യണം. നല്ല അടുത്തത് ഇറങ്ങിയിട്ടേ ഉള്ളൂ. കഥയൊക്കെ എൻ്റെ ഉണ്ട്. ഇനിയിപ്പോൾ ഇറങ്ങി കഴിഞ്ഞിട്ട് എനിക്ക് ഇച്ചിരി ഒരു ഇത് ചെയ്തപ്പോൾ കുറേ മിസ്റ്റേക്സ് നമുക്ക് വന്നിരുന്നു. കുറേ ലൈക്ക് അറിയാലോ, എക്സ്പീരിയൻസ് ഇല്ലായ്മയുടെ ഷൂട്ടിംഗ് സമയത്തിൻ്റെ കാര്യം പറയുന്നത്, പോസ്റ്റ് പ്രൊഡക്ഷൻ അല്ല. അപ്പോൾ ആ സമയത്ത് വന്നതുകൊണ്ട് അത് പരിഹരിക്കാനായിട്ട് നെക്സ്റ്റ് ടൈം ഞാൻ വളരെ പ്രിപ്പയർഡ് ആയിട്ട് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മുടെ മൂവി റിലീസിന് ഇറങ്ങുകയാണ്, എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ പുതുമുഖങ്ങളെ വെച്ച് എന്തുകൊണ്ട് പടം ചെയ്യുന്നില്ല, എന്തുകൊണ്ട് പടം ചെയ്യുന്ന 100 കമൻസ് കേൾക്കാം. അതെ, ഞാൻ പുതുമുഖങ്ങളെ വെച്ചിട്ട് ഞങ്ങളൊരു പടം വരുവാണ്. അത്യാവശ്യം അതൊരു സിനിമാറ്റിക്കായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അത് ഒരു തിയേറ്റർ മെറ്റീരിയലായിട്ട് തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റിയിലും പോസ്റ്റ് പ്രൊഡക്ഷനും കുറവ് വരുത്താൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ വന്ന് കാണാം, ടിക്കറ്റ് എടുക്കാം. അതിൽ ടിക്കറ്റിൻ്റെ നമ്മുടെ ലാഭവിഹിതത്തിലൊരു പങ്ക് പ്രൊഡ്യൂസർ ഡിസിഷൻ അനുസരിച്ചിട്ട് വയനാടിനൊരു ചാരിറ്റി ഇതിന് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ
എല്ലാവരും തിയേറ്ററിൽ വന്ന് പടം കാണുക. നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടബോധം തോന്നി തിരിച്ചിറങ്ങുമ്പോഴത്തേനും എല്ലാവരും ഓഗസ്റ്റ് 23 റിലീസാണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ബൈ.